നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമർ കുട്ടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇഗ്നോക്ക് പുറമെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 31 അഥവാ ഈ മാസം ലാസ്റ്റാണ് നിങ്ങൾക്ക് ഡേറ്റ് വരുന്നത്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത്. അപ്പോൾ നമുക്ക് പലരും യൂണിവേഴ്സിറ്റിയിൽ പല കോഴ്സുമായിട്ട് ഡീറ്റെയിൽസ് ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, സെമിസ്റ്റർ ആണോ അതല്ല ഇഗ്നോ പോലെ തന്നെ ഇയർലി ആണോ എക്സാം നടക്കാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് PG കോഴ്സുകളും അതുപോലെ തന്നെ UG കോഴ്സുകളാണ് നിലവിലുള്ളത്. തുടക്കത്തിൽ തന്നെ നമുക്ക് UGC അംഗീകൃത യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് PSC എഴുതാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളല്ല, UG ആണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണുള്ളത്. അത് സെമിസ്റ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഒരു വീഡിയോ പുതുതായി ചെയ്യുന്നുണ്ട് 4 വർഷ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം നമുക്ക് PG കോഴ്സുകൾ 2 വർഷത്തെ കോഴ്സുകളാണ്. ഞാനിവിടെ സ്ക്രീനിൽ ഓരോ കോഴ്സുകൾ ഏതെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം, അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നില്ല. സെപ്പറേറ്റ് കോഴ്സുകളെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അഥവാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് BA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ SGOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ കോഴ്സുമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോഴ്സുകളെ കുറിച്ചും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെ കമൻറ്റുകൾക്കും കാര്യങ്ങളൊക്കെ പരമാവധി റീപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് സമയത്തിനനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം മുൻകൂട്ടി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ എക്സാം എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് മലയാളത്തിനാണോ അതല്ല ഇംഗ്ലീഷിലാണോ, പലരും അങ്ങനെ ചോദിക്കാറുണ്ട്, മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ മാസം 2024 ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷിക്കാൻ പറ്റും. വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ റീജിയണൽ സെൻറ്ററൊക്കെ ഇഗ്നോന് പറയുന്നത് പോലെ ഇതിനും നമുക്ക് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള എക്സാമും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുക, പുതിയ അറിവുകൾ നേടുക. അപ്പോൾ പുതിയ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അറിയുന്നതിനനുസരിച്ച് സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾ ആൻസർ തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കുറേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവിധ കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ